തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു എംഎൽഎക്ക് തിരിച്ചടി. ആന്റണി രാജുവിനെ കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ചു. ശിക്ഷാവിധി വന്നതോടെ എംഎൽഎ പദവി നഷ്ടമാകും. കേസിൽ അപ്പീൽ പോകാനാണ് പ്രതികളുടെ നീക്കം. ഏറെ നാടകീയതകൾ നിറഞ്ഞ തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും നിലവിൽ തിരുവനന്തപുരം എംഎൽഎയുമായ ആന്റണി രാജുവിന് ശിക്ഷ. 3 വർഷത്തെ തടവും 10,000 രൂപ പിഴയുമാണ് നെടുമങ്ങാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് റുബീന ഇസ്മായിൽ വിധിച്ചത്. കേസിലെ 1-ാം പ്രതി കോടതി ജീവനക്കാരനായ ജോസിനെയും 3 വർഷത്തെ തടവിനും 10,000 രൂപ പിഴയ്ക്കും കോടതി ശിക്ഷിച്ചു. 2 വർഷത്തിലധികം ശിക്ഷ ലഭിച്ചതിനാൽ ആന്റണി രാജുവിന് നിയമസഭാംഗത്വം നഷ്ടമാകും. സ്പീക്കർ അറിയിക്കുന്ന മുറയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സീറ്റ് ഒഴിവ് വന്നതായി വിജ്ഞാപനമിറക്കും. എന്നാൽ 3 വർഷത്തിൽ താഴെയുള്ള ശിക്ഷയായതിനാൽ കോടതി 2 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചു. ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ടായോ. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഒരു ആവശ്യം ഇത് എൻഹാൻസ് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നായിരുന്നു. അവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കോടതി. അത് 1 മാസത്തേക്ക് അവർക്ക് ബെയിൽ അനുവദിച്ചിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ മേൽക്കോടതി അവർ സമീപിച്ച് അതിൻ്റെ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇവിടെ കോടതി അറിയിക്കേണ്ടതാണ്. രാവിലെ കേസ് പരിഗണിച്ച കോടതി പ്രതികൾ കുറ്റക്കാരെന്ന് വിധിച്ചതിനു പിന്നാലെ പ്രോസിക്യൂഷൻ ഉപഹർജി സമർപ്പിച്ചു. 10 കൊല്ലം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന IPC വകുപ്പ് 409 ഉള്ളതിനാൽ ശിക്ഷ വിധിക്കാൻ സെഷൻസ് കോടതിയിലേക്ക് അയക്കണം എന്നായിരുന്നു വാദം. ഉപഹർജിയിൽ വിധി പറയാൻ കേസ് 2:45 മാറ്റി. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ആന്റണി രാജു നിയമപോരാട്ടം തുടരും എന്നറിയിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോയി. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായി നേരിടുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലല്ലോ. വൈകിട്ട് 5 മണിയോടെ ഉപഹർജി തള്ളിയ കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നു. പിന്നാലെ കോടതിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. ആന്റണി രാജുവിന്റെ വാഹനം തടയാൻ ശ്രമിച്ചതോടെ സംഘർഷത്തിലേക്ക്. പോലീസുമായുള്ള ഉന്തലിലും തള്ളലിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റു. കേസിൽ അപ്പീൽ പോകാനാണ് പ്രതികളുടെ നീക്കം. നിലവിലെ 1 മാസത്തിന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പെറ്റീഷനിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. സെഷൻസ് കോടതിയിലേക്ക് അപ്പീൽ പരിഗണിക്കാണ് അടുത്ത നടപടി. വിത്തിൻ 30 ഡേയ്സ് തന്നെ അപ്പീൽ സെഷൻസ് കോടതിയിലേക്ക് കൊടുക്കുന്നതാണ്. 1990 ഏപ്രിൽ 4-ന് ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിന്റെ അടിവസ്ത്രത്തിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയതോടെയാണ് വിവാദ സംഭവങ്ങളുടെ തുടക്കം. പ്രതിയെ വിചാരണ കോടതി ശിക്ഷിച്ചുവെങ്കിലും ഹൈക്കോടതി വെറുതെ വിട്ടു. ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയ സാൽവദോർ അവിടെ മറ്റൊരു കേസിൽ ജയിലിൽ കഴിയവേ സഹതടവുകാരനോട് കേരളത്തിലെ കേസിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം പറഞ്ഞതോടെയാണ് അന്ന് പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിന്റെ പങ്ക് പുറത്തുവരുന്നത്. കോടതി ജീവനക്കാരനായിരുന്ന ജോസിനെ സ്വാധീനിച്ച് പ്രതിയുടെ അടിവസ്ത്രം കൈക്കലാക്കിയ ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമത്വം വരുത്തുകയായിരുന്നു. തുടർന്ന് 1994-ൽ ജോസിനെയും ആന്റണി രാജുവിനെയും പ്രതി ചേർത്ത് അന്വേഷണം ആരംഭിച്ചു. കേസ് റദ്ദാക്കാനടക്കം ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും 1 വർഷത്തിനുള്ളിൽ വിധി പറയാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. 3 പതിറ്റാണ്ട് നീണ്ട ഉദ്യോഗജനകമായ കേസന്വേഷണവും വിചാരണയും ഏറ്റവും ഒടുവിൽ ആന്റണി രാജു MLA കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ചു. ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട ദിവസം. എന്നാൽ അപ്പീൽ പോകുമെന്ന് വ്യക്തമാക്കിയതോടെ നിയമപോരാട്ടം ഇനിയും നീളുമെന്ന് വ്യക്തം. ക്യാമറാമാൻ MG മഞ്ജുഷിനൊപ്പം VS അനു, ന്യൂസ് മലയാളം.